അങ്ങനെ പറഞ്ഞ എന്തോ ചിന്നു. അമ്മയുടെ കാര്യം നീ നോക്കിയല്ലേ പറ്റുള്ളൂ. രവിയേട്ടന്റെ കാര്യം അറിയാലോ. ഇനി രവിയേട്ടനെ കാത്തിരുന്ന് കഴിഞ്ഞാൽ ഈ ആഴ്ച നടക്കൂല, അടുത്ത ആഴ്ച നടക്കൂല. പിന്നെ എപ്പോഴെങ്കിലൊക്കെ മാറ്റി വെക്കേണ്ടി വരും. ചെക്കപ്പിന് കൊണ്ടുപോകണം കേട്ടോ. ആ തീർന്ന ഇൻഷുറൻസ് തീർന്നാ? എടി ഈ മാസം അവസാനം വരെ ഇല്ലേ? ലാസ്റ്റ് മിനിറ്റ് ആണോ വിളിച്ച് പറയണത്? ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയാം. ആ ഞാൻ പറഞ്ഞേക്കാം. നമ്പർ ഒന്ന് അയച്ചാടി. ആ ശരി ശരി ശരി. ആ ചെയ്യണേ, മറക്കല്ല്. ഞാൻ തന്നെയാണല്ലേ ഇതിനകത്ത് ഇത് കൊണ്ടുവച്ചത്. എന്നിട്ട് എല്ലാരും പോയി തെറി വിളിക്കുകയും ചെയ്തു. ദൈവമേ, നീ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും കൂടെ എന്നെ കൊല്ലും. എങ്ങനെ പറയും? പിങ്കി 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 രവിയേട്ടാ ഇങ്ങ് വാ. എന്തമ്മ ഒരു കാര്യം കാണിച്ചു തരട്ടാ. എന്ത് ലൈറ്ററാ? ഇതെവിടെ നേട്ടി? പറയുമ്പോ എന്നെ കൊല്ലരുത്. ഫ്രിഡ്ജിനകത്ത് ഉണ്ടായിരുന്നു. ആരടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ച? അമ്മ തന്നെ എടുത്ത് വെച്ചായിരിക്കും. എന്നിട്ടാണ് അമ്മ ഇത്രയും പുകരും? ഒരബദ്ധം പറ്റുമല്ലോ ആർക്കായിരുന്നാലും. ക്ഷമി. അങ്ങനെ തിരിച്ചു കിട്ടി. പക്ഷേ നീ എന്തിന് എന്റെ അടുത്ത് കള്ളം എന്ന് പറഞ്ഞ? നീ കൊണ്ടാണ് കളഞ്ഞതെന്ന്? കള്ളം പറയേണ്ട ആവശ്യം തോന്നുന്നു നിനക്ക്? വീട്ടില് മനസമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ ഏറ്റെടുത്തതാണ്. വിശപ്പ് സഹിക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ കുറ്റം ഏറ്റെടുത്തതാണ്. ആണോ? ആണോ? എന്തെങ്കിലും ആവശ്യം വന്നു ഞാൻ പോണ വഴിക്കുള്ള എല്ലാ കുറ്റോട് തല വെക്കോ? എന്നെ കണ്ടുപിടിക്കാൻ പറ. ഞാൻ ചെയ്യാത്ത കാര്യം എന്തെങ്കിലും സ്വന്തമായിട്ട് തെറ്റുപറ്റിയാ അത് മറവി. നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് കുറ്റം. ഇനി ഈ ലൈറ്ററിന്റെ പേരില് ഈ വീട്ടിലൊരു വഴക്കുണ്ടാകണ്ട മകളെ. ഞാനൊരു സത്യം പറയാം. ലൈറ്റർ എടുത്തു മാറ്റിയ ഞാനാ ബീഡി എത്തിക്കാൻ വേണ്ടി. കള്ളം കള്ളം മണിക്കൂടൻ കള്ളം പറയാണ്. ലൈറ്റർ പോയതേ ശരിക്കും എന്റെ കയ്യിൽ നിന്നാണ്. അതല്ല ഞാൻ പറയാം. ഇനി ഒന്നും ഒളിച്ചു വെക്കണ്ട മണി. സത്യത്തിൽ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. എന്റെ കയ്യിൽ നിന്നാണ് ആ ലൈറ്റർ പോയത്. ഞാൻ പറയട്ടെ, മക്കളെ പേടിക്കണ്ട. അതിന് പരിഹാരം ഞാൻ കണ്ടിട്ടുണ്ട് മണി. പുതിയൊരു ലൈറ്റർ ഞാൻ വാങ്ങിച്ചു വന്നു. നല്ല ചെറുത്, കയ്യിൽ ഒതുങ്ങുന്ന സാധനം. പുതിയ ലൈറ്റർ. അപ്പൊ ഇത് ഏത് ലൈറ്റർ? ഇതാണ് കാണാതെ പോയ ലൈറ്റർ. ഇത് എവിടെ കിട്ടി? അച്ഛാ, ഈ അമ്മ ഓർമ്മിക്കാതെ എടുത്ത് ഫ്രിഡ്ജിന്റെ അകത്തെടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഫ്രിഡ്ജിലാ? എവളെ ഓരോ സാധനം എടുത്ത് എവിടെങ്കിലും കൊണ്ട് വെക്കുകയും ചെയ്യുന്നിട്ട് നമ്മളോട് മൊത്തം വഴക്കുണ്ടാക്കുകയും ചെയ്യും. എന്തുവായത് പെങ്ങളെ ഇത്? എനിക്ക് മറവി പറ്റി, സംഭവം സത്യമാണ്. പക്ഷേ അതിന്റെ പേരിൽ ഇപ്പൊ ഇവിടെ നടന്ന ഈ കലാരൂപത്തിന്റെ പേരെന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. അത് പിന്നെ മണി, ഈ കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടിയേ എന്തു കുറ്റം ഏറ്റെടുക്കാൻ ഞാൻ റെഡിയാണ്. ഞാനും. ആരാ സന്തോഷം ആഗ്രഹിക്കാത്ത? ചിലയെടുത്ത് പുക, ചിലയെടുത്ത് ചാരം. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.